ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് ഇയർലി 2026 റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും 2026 ഈ കൊല്ലം നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 2026 സ്റ്റാർ എനർജിയാണ്. അപ്പോൾ തുടങ്ങണ മുമ്പേ നിങ്ങൾ ഇതുവരെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ 2026 നിങ്ങൾക്ക് പേഴ്സണലി എങ്ങനെയായിരിക്കും എന്ന് അറിയണം വെച്ചാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ്. വേഗം ബുക്ക് ചെയ്യുക, ലിമിറ്റഡ് സ്ലോട്ട്സേ ഉള്ളൂ. എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇവിടെ കാർഡ്സ് എടുക്കുന്നത് ജാനുവരി, ഫെബ്രുവരി, മാർച്ചിൻ്റെ എനർജിയാണ് ഇത്. ഏപ്രിൽ, മെയ്, ജൂൺ എനർജി, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എന്താണ് ഔട്ട്കം? നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2026 ഔട്ട്കം ഇതാണ് ഈ കാർഡ്. അപ്പോൾ കാപ്രിക്കോൺ നിങ്ങൾക്ക് സ്റ്റാർ എനർജിയാണ് വന്നിരിക്കണേ ഓവറോൾ എനർജി ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ കുറേ വിഷസ് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട് 2026. 2026 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പ്രാർത്ഥിച്ചാൽ അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഒരു നല്ല ഔട്ട്കം കിട്ടും, പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവും. അതുമാത്രമല്ല, നിങ്ങളുടെ 2025 ഈ കൊല്ലം നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് കുറേ ഡിഫിക്കൾട്ട് സമയമായിരുന്നു. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ ഹോപ്പ് ഉണ്ട്. 2025 കാട്ടിലും നല്ല ബെറ്റർ സമയമാണ്. അപ്പോൾ ആ ഹോപ്പ് വയ്ക്കുക, പോസിറ്റീവായി മനസ്സിൽ പോസിറ്റീവ് തോട്ട്സ് വയ്ക്കുക. എന്താ വെച്ചാൽ 2026 കുറേയും കൂടിയും പോസിറ്റീവാണ്. വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് കുറേ ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിട്ടുണ്ട്. 2025 അത്ര ഒരു നല്ല കൊല്ലമായിരുന്നില്ല നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ആ സമയം മാറണു നിങ്ങൾക്ക് വേണ്ടി. ആ ടൈം, ആ സമയം ഇപ്പോൾ ഒരു പോസിറ്റീവ് തരത്തിലാണ് 2026 നിങ്ങൾക്ക് സമയം മുമ്പോട്ട് പോകാൻ പോണത്. അപ്പോൾ നല്ല പോസിറ്റീവ് കാര്യങ്ങളുണ്ടാവും, നല്ല ഗുഡ് ലക്ക് വരുന്നുണ്ട്, ചില പോസിറ്റീവ് മെസ്സേജസ് വരുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണതൊക്കെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കുറേ ടാലൻറ്റഡ് ആണ്, നിങ്ങളുടെ കയ്യിലെല്ലാം സ്കിൽസ് ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു റിമൈൻഡറാണ് അയക്കണത്. അത് 2026 നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. അത്ര പവർഫുള്ളാണ് നിങ്ങളുടെ എനർജി. ഓക്കെ, അപ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ചിൻ്റെ എനർജി നിങ്ങൾക്ക് ഏസ് ഓഫ് കപ്സിൻ്റെ ആണ്. ഇവിടെ ഞാൻ കാണുന്നത് ഒരു പുതിയ ലവ് റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരണു. ഈ പേഴ്സൺ നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് ഞാനൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾ കുറേ സ്ട്രെസ്ഡ് ആണ്, കുറേ ടെൻഷൻ ഉണ്ട്, കുറേ ആങ്സൈറ്റി ഉണ്ട്, രാത്രി ശരിക്കും ഉറക്കമില്ല. അതെന്തുകൊണ്ടാണ്? ഇതൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആവാം. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ആർക്കോ വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ നിങ്ങൾ അവരോട് ഇത് വേറെ നിങ്ങൾക്കത് പറയാൻ പറ്റിയില്ല. അതല്ല വെച്ചാൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ട് ഇവിടെ, അത് പുറത്ത് വരാമെന്ന് പേടിച്ചിട്ടായിരിക്കും നിങ്ങൾ ഇത്രയും ടെൻഷൻ എടുക്കണത്. ഈ ഹൈ പ്രീസ്റ്റസ് ഇൻറ്റ്യൂഷൻ്റെ എനർജിയും കൂടിയാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് തുടങ്ങുന്നത് ഈ കണക്ഷൻ, ഈ റിലേഷൻഷിപ്പ്. പക്ഷേ നിങ്ങൾക്ക് ഈ ഫീലിങ്സ് കുറേ വേഗം ഡെവലപ്പ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഒരു അറ്റാച്ച്മെൻറ്റായി തോന്നുന്നുണ്ട്, ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്കൊരു പേടി, ഈ പേഴ്സൺ അവരുടെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 മാസത്തിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ഏതൊരു പേഴ്സണെ മീറ്റ് ചെയ്യണു. കുറേ ഒരു സ്റ്റേബിൾ എനർജിയാണ് ഇവിടെ. നിങ്ങൾ ഫ്രണ്ട്സാണ്, പക്ഷേ നിങ്ങൾക്ക് ഫീലിങ്സ് വരാൻ തുടങ്ങി. നിങ്ങൾക്കൊരു പേടി, പേഴ്സണും അങ്ങനത്തെ ഫീലിങ്സ് ഉണ്ടാവുമോ? അപ്പോൾ അതാണ് ഞാൻ കാണുന്നത് ആദ്യത്തെ 3 മാസം. ഏപ്രിൽ, മെയ്, ജൂൺ ആകുമ്പോഴേക്കും ക്വീൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ. കമ്മ്യൂണിക്കേഷനിലും ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾ എന്തോ ഒരു കാര്യം തുറന്ന് പറയണു. അപ്പോൾ ഇത്
ആ സെയിം റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കും നിങ്ങൾ ഈ പേഴ്സണോട് നിങ്ങളുടെ മനസ്സിൻ്റെ കാര്യം തുറന്നു പറയണു. ഇവിടെ എന്തോ ഒരു സീക്രട്ട് പുറത്തു വരണു. അപ്പോൾ മൂൺ ഹിഡൻ ഫാക്ടേഴ്സാണ്, യുനോ സീക്രറ്റ്സ് പുറത്തു വരണ എനർജിയാണ്. അപ്പോൾ ടോറസ് എനർജീൻ്റെ ഇവിടെ ഹൈറോഫാൻ ഡിവൈൻ ടൈമിങ്ങിൻ്റെ എനർജിയും കൂടിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തോ ഒരു സീക്രട്ട് പുറത്തു വരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇവിടെ ഞാനൊരു എൻഡിങ് ആണ് കാണുന്നത്. ഓക്കെ, ചിലപ്പോൾ ഈ പേഴ്സൺ റിജക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ മാരീഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയണ്ടായില്ല. അതുകൊണ്ട് ഇവിടെ ഒരു എൻഡിങ്, ഒരു ബിട്രിയലിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സൂക്ഷിക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരു പേഴ്സണിൻ്റെ കൂടെ ബിസിനസ്സിലോ ഇല്ല വെച്ചാൽ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആണ് വെച്ചാൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ വഴിക്ക് പോകണ മുമ്പേ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഡിസൈഡ് ചെയ്യുക. അപ്പോൾ 8 ഓഫ് കപ്സ് ആണ് അടുത്ത 3 മാസം, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഞാൻ കാണുന്നത് നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കേണ്ട ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ. എന്താ വെച്ചാൽ 8 ഓഫ് കപ്സ് ഇവിടെ ഇമോഷണലി ഡിറ്റാച്ച് ചെയ്യണ എനർജിയാണ്. പക്ഷേ ഫൈനലി നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റണു. ഈ സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത്, ഈ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് വരാൻ പോണ സിറ്റുവേഷൻ ഞാൻ കാണുന്നത് ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. ആക്ച്വലി ഇത്രയും ഒരു നെഗറ്റീവ് സമയമായി കഴിഞ്ഞിട്ട് സഡൻലി നിങ്ങളുടെ ലൈഫിൽ ഞാനൊരു പോസിറ്റീവ് എനർജി കാണുന്നു. ഹാങ്ഡ് മാൻ കുറച്ചൊരു ടെമ്പററി പോസിൻ്റെ എനർജിയാണ് ഇത്. പക്ഷേ നിങ്ങൾക്ക് കർമ്മ കിട്ടണു. ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു വെച്ചാൽ അവർക്ക് അതിൻ്റെ കർമ്മ കിട്ടുന്നുണ്ട്. അത് ഇവിടെ ഞാനൊരു കാർമിക് ജസ്റ്റിസ് കാണുന്നുണ്ട്. ആൻഡ് കുറേ ഒരു പോസിറ്റീവ് എനർജിയും കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കുറേ റിവാർഡ്സ് വരണ എനർജിയും കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു റീകൺസിലിയേഷനും ആവാം. ഓക്കെ, പക്ഷേ ഫൈനലി ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ ഞാനൊരു ഹാപ്പി ഫാമിലി ലൈഫാണ് കാണുന്നത്. ഹാപ്പി ഫാമിലി, ഹാപ്പി റിലേഷൻഷിപ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ റീകൺസൈൽ ചെയ്യാൻ പോകുന്നുവെച്ചാൽ ഇവിടെ എൻഡ് ഓഫ് ദ ഇയർ ആകുമ്പോഴേക്കും ഒരു നല്ല റിലേഷൻഷിപ്പ്, ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. അതല്ല വെച്ചാൽ ഇതൊരു പുതിയ ബിഗിനിങ്, പുതിയ തുടക്കമായിരിക്കും. ആൻഡ് ഇത് കുറച്ചുകൂടിയും ഒരു നല്ല ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ്. മുമ്പത്തെ മാതിരി ബിട്രിയലും അങ്ങനത്തെ നെഗറ്റീവ് എനർജീസ് ഒന്നുമില്ല. കുറച്ചൊരു ഹെസിറ്റൻസി ഉണ്ടാവും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ. എന്താ വെച്ചാൽ മുമ്പേയും നിങ്ങൾക്ക് ഇങ്ങനെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഒരു ഫെയിൽഡ് റിലേഷൻഷിപ്പിൽ ഉണ്ടായേ. പക്ഷേ അതിൻ്റെ പേടി നിങ്ങൾക്ക് എവിടെ ഉണ്ട് ഇപ്പോൾ, അല്ല എൻഡ് ഓഫ് ദ ഇയർ. പക്ഷേ അതും എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയ കാര്യമാണെന്ന്. എന്താ വെച്ചാൽ ഇവിടെ ഞാനൊരു ഹാപ്പി ഫാമിലി കാണുന്നുണ്ട്, ഒരു റൊമാൻറ്റിക് എനർജി കാണുന്നുണ്ട്. ഇവിടെ ഞാൻ കാണുന്നത് ഒരു ഫയർ സൈനാണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ് ഈ കൊല്ലം? നിങ്ങൾക്ക് ചാലഞ്ച് എംപ്രസ് എനർജിയാണ്. എംപ്രസ് എന്താണ് ചാലഞ്ചായിട്ട് കാണുന്നത്? അപ്പോൾ ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾസ് കുറേ ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ എനർജിയാണ്. സിംഗിൾ പേഴ്സൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ സിംഗിൾ പേരൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, ജോലി എല്ലാം കൂടിയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. പേഴ്സണൽ ലൈഫും കരിയറിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു ഡിഫിക്കൾട്ട് ചോയ്സാണ്. എനർജി ഇംബാലൻസ് ഉണ്ട് അവിടെ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ചിലവർക്ക് പേഴ്സണൽ ലൈഫാണ് കൂടുതൽ ഫോക്കസ് ഉണ്ടാവുക, ചിലവർക്ക് കരിയറായിരിക്കും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചിലവർ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ കുറേ കരിയറിൽ ഇൻവോൾവ് ആണ് വെച്ചാൽ ഫാമിലി മെമ്പേഴ്സ് ചിലവർക്ക് ഒരു വിഷമം ഉണ്ടാവും, അത് നിങ്ങൾ അത്ര സമയം സ്പെൻഡ് ചെയ്യണില്ല അവരുടെ കൂടെ എന്ന്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. പൈസയുടെ കാര്യത്തിൽ, ഫിനാൻഷ്യൽ കാര്യത്തിൽ കുറച്ച് സൂക്ഷിക്കണം. സേവിങ് എനർജി ഇവിടെ കാണുന്നുണ്ട്. 2 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. ഡെവിൽ ഉണ്ട്. ഈ ഡെവിൽ എനർജി എന്താണ്? അപ്പോൾ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാഗ്നൻ്റായി ഒരു ഫീലിംഗ്, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ കാണുന്നത് ഇവിടെ ഒരു കുറേ ടോക്സിക് എനർജിയാണ്. ഈ പേഴ്സൺ നിങ്ങളുടെ ജോലിയുടെ കണക്ഷനിൽ ഉള്ള പേഴ്സൺ ആയിരിക്കാം, അതല്ല വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ആരെങ്കിലും ആയിരിക്കാം. ഒരു അക്വേരിയസ്, ലീബ്ര, ജെമിനി എനർജിയാണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സൺ നിങ്ങളെ എവിടെയോ മാനിപ്പുലേറ്റ് ചെയ്യണോ, ഇല്ല വെച്ചാൽ അവരെന്തോ പറയണത് ശരിയല്ല, നിങ്ങൾ ഷുവർ അല്ല ഈ പേഴ്സണെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ക്രോസ് റോഡ്സിൽ എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേൾക്കാനാണ് പറയണത്. എന്താ വെച്ചാൽ എവിടെയോ ഈ പേഴ്സൺ പറയണത് എന്തോ ശരിയല്ല.
യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ സൂക്ഷിച്ചിട്ട് വേണം, റെഡ് ഫ്ലാഗ്സ് ഉണ്ടാവുമ്പോൾ അതിനെ സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഇവിടെ എന്തോ ഒരു ചതിയുടെ എനർജി കാണാണ്ട്, അപ്പോൾ അത് മാത്രം കെയർഫുൾ ആവണം. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടി ഏസ് സോഡിൻ്റെ എനർജിയാണ്. ഏസ് സോഡ് ഒരു പുതിയ തുടക്കമാണ്, ഒരു ബ്രേക്ക് ത്രൂ ആണ്, ക്ലാരിറ്റിയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായി പറഞ്ഞാൽ ആ സമയത്ത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായാലും ഫ്യൂച്ചറിൽ ഉടനെ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റി കിട്ടുമ്പോൾ യൂണിവേഴ്സ് പറയണത് ഉടനെ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ, മുമ്പോട്ട് പോകാൻ ഒരു പേടി ഉണ്ടാവും. എന്താ വെച്ചാൽ മുമ്പേയും നിങ്ങൾക്ക് ചില നെഗറ്റീവ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആക്ച്വലി കുറേ സക്സസ് ഉണ്ട് 2026. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ചില ഹൈലൈറ്റ് പോയിൻറ്റ്സേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് സൂക്ഷിക്കണ കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് ഇതല്ലാണ്ടും നിങ്ങളുടെ ലൈഫിൽ 2026 കുറേ പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ മാതിരി കുറേ സക്സസ് വരുന്നുണ്ട് നിങ്ങൾക്ക്. ആൻഡ് ഇവിടെ ട്രാവലിൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ ട്രാവൽ ചെയ്യുന്നുണ്ടാവും, അതും കാണാണ്ട്. ഓക്കെ, പക്ഷേ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ചില കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. പക്ഷേ ക്ലാരിറ്റി വെച്ചിട്ട് വേണം തീരുമാനം എടുക്കുക. ഓക്കെ, അപ്പോൾ കാപ്രിക്കോൺ എന്താണ് നിങ്ങൾക്ക് വേണ്ടി? നിങ്ങളുടെ ഏറ്റവും പോസിറ്റീവ് മന്ത് ഏതായിരിക്കും? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് മന്ത് ഫെബ്രുവരി ആണ്. നിങ്ങൾക്ക് ഏറ്റവും ചാലഞ്ചിങ് മാസം നവംബർ ആയിരിക്കും. അപ്പോൾ കാപ്രിക്കോൺ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇയർലി 2026 റീഡിംഗ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.